നമ്മുടെ ഒരു പ്രേക്ഷകൻ ചോദിക്കുന്നു, പെണ്ണുങ്ങളൊക്കെ നേരത്തെ എണീറ്റ് വന്നു, ആണുങ്ങൾ ഉറക്കത്തിലാണോ രവിയെ എന്നുള്ള പ്രേക്ഷകൻ ചോദിക്കുകയാണ്. ശരിയാണ് രവി, അങ്ങനെയാണ് സംഭവിച്ചത്. ഞങ്ങൾ നേരത്തെ എഴുന്നേറ്റു, നേരത്തെ വന്നു, അല്ലേ? നമ്മൾ 5 മണിക്ക് വരാമെന്ന് പ്രേക്ഷകരോട് പറഞ്ഞു. നമ്മളെ പറ്റിച്ചു. നമുക്ക് പരസ്പരം അഭിനന്ദിക്കാം. വെൽ ഡൺ മാഡം. അപ്പൊ ഞങ്ങൾ വാക്ക് പാലിക്കാതിരുന്ന ഒരാളെ ഞങ്ങൾ വിളിച്ചിട്ടുണ്ട്. ഇപ്പൊ എത്തും MV നികേഷ് കുമാർ, ചീഫ് എഡിറ്റർ. വെൽക്കം. കുറെ കണക്കുകൾ തീർക്കാനുണ്ട്, വിളിക്കാം. വെൽക്കം സർ, ഗുഡ് മോർണിംഗ്. കണ്ണു തുറന്ന് നോക്ക്, അന്തരീക്ഷത്തിന്റെ മട്ടും ഭാവവും മാറുന്നത് കാണുന്നില്ലേ? എന്തോ വരാൻ പോകുന്നെന്ന് എന്റെ മനസ്സ് പറയുന്നു. വെൽക്കം സർ. എങ്ങനെ വരാനല്ലേ, ഇനി എന്ത് വരാനാണ്? അതെ, ഇതിലും വരുന്നത്. അപ്പൊ നമ്മുടെ സാറെത്തി. ഇനിയിപ്പോ നമ്മുടെ പ്രേക്ഷകർ ചോദിക്കായിരുന്നു എന്താണ് വരാത്തത്. ഉണ്ണിസാറിനെയൊക്കെ ചോദിക്കുന്നുണ്ട് രാവിലെ തൊട്ട്. ഉണ്ണിസാർ വരില്ലേ സാർ ഇന്ന്? ഉണ്ണിസാർ എന്തായാലും വരും. ഉണ്ണിസാറാണ് വരേണ്ടത്. നികേഷ് കുമാർ, ഇതിപ്പോൾ ഈ രൂപത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് അവസാന തെരഞ്ഞെടുപ്പാണോ ഇത് എന്നൊരു സംശയം കൂടിയുണ്ടല്ലോ. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമെന്ന് പറയുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഈ രൂപത്തിൽ വിവിധ ഘട്ടങ്ങളായി നടന്ന തെരഞ്ഞെടുപ്പ്. ഇനി ഉണ്ടാകില്ല എന്ന് കരുതേണ്ടതുണ്ട്. നോക്കൂ, ഈ എക്സിറ്റ് പോൾ ഫലം ശരിയാവുകയാണെങ്കിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ റെക്കോർഡിലേക്ക് നരേന്ദ്രമോദി പോകുന്നു എന്നുള്ള പ്രത്യേകതയുണ്ട്. ഇന്ത്യൻ ജനാധിപത്യത്തിൽ അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം സംഭവിച്ചിട്ടുള്ള കാര്യമാണ്. ജവഹർലാൽ നെഹ്റുവിന് പോലും 3 ടേമിൽ അപ്പുറത്തേക്ക് പോകാനുള്ള ആയുസ് ഉണ്ടായിരുന്നില്ല. ഇന്ദിരാഗാന്ധിക്ക് 2 ടേമിന് അപ്പുറത്തേക്ക് പോകാനുള്ള ആയുസ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇന്ദിരാഗാന്ധിക്ക് ജവഹർലാൽ നെഹ്റുവിൻ്റെ റെക്കോർഡ് കടക്കാൻ പറ്റാതിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് വലിയ നേട്ടമായിരിക്കും നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം. ഒരിക്കൽ കൂടി അധികാരത്തിൽ വരികയാണ് എങ്കിൽ ആ നിലയിലാണ് എക്സിറ്റ് പോൾ ഫലം ശരിയാകുകയാണ് എങ്കിൽ. ഇപ്പോൾ വിദേശത്ത് നിന്നൊക്കെയാണ് നമ്മുടെ കൂടുതൽ പ്രേക്ഷകർ നമ്മുടെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പലരും കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അടിച്ച് കയറി വാ നികേഷ് എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ പ്രവീൺ പ്രസന്നൻ. അതുപോലെ തന്നെ സാർ തുടങ്ങിയിട്ടേ ഉള്ളൂ, അങ്ങോട്ട് ചാർജ് ആയി കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കിട്ടില്ല. ഇവിടെ പെരുങ്കളിയാട്ടമായിരിക്കും അല്ലേ സാർ? ലോക്സഭ തെരഞ്ഞെടുപ്പ് ഏതായാലും ആവേശകരമാണല്ലോ. ജനാധിപത്യത്തിൻ്റെ ഉത്സവം എന്നാണല്ലോ സുജയ പറയുക. അതുകൊണ്ട് തന്നെ ഏത് തെരഞ്ഞെടുപ്പിനോടും എനിക്ക് ആവേശമാണ്. അത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും. കാരണം അതിനേക്കാൾ വേറൊരു വലിയ പ്രക്രിയയില്ല, ക്രിയാത്മകമായ വളരെ നമ്മളെയൊക്കെ ഈ ഒരു സിസ്റ്റത്തിൽ ഇത്രയധികം ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്ന മറ്റൊരു പ്രക്രിയയില്ല. നമുക്ക് ആവേശം മാത്രമല്ല, നമുക്ക് എന്താണ് സംഭവിക്കുക എന്നുള്ള ഒരു ഉദ്വേഗമുണ്ട്. കാരണം കേരളത്തിലെ രാഷ്ട്രീയം ഇനി മാറുകയാണോ എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. വളരെ പ്രധാനപ്പെട്ടതാണ് കേരളത്തിലെ രാഷ്ട്രീയവും. നോക്കൂ, ഈ എക്സിറ്റ് പോൾ നമ്മൾ കണ്ടത് 27% BJPക്ക് വോട്ട് നൽകുന്നു എന്നുള്ളതാണ്. 27% വോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ BJP 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണം പിടിക്കാനുള്ള പാർട്ടിയായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ നിലയിലുണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഇപ്പോഴത്തെയും അനുമാനം. പക്ഷേ എങ്കിൽ പോലും BJPക്ക് കൂടുന്ന ഓരോ വോട്ടും വളരെ നിർണായകമാണ്.